ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വെജിറ്റേറിയൻ ഊണുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ മുട്ടയും ഇറച്ചിയും മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നല്ലൊരു ഉച്ചയൂണ് തയ്യാറാക്കാം. ഒരു 30 മിനിറ്റ് മതി നമുക്ക് ചോറും ഈ കറികളൊക്കെ റെഡിയാക്കാനായിട്ട്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. മീനും ഇറച്ചിയും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊണ് നമുക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇത് തോരനിലേക്കുള്ള കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന സമയം കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ചോറൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റൈസ് കുക്കറിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ കറികളൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ ചോറും വെന്ത് വന്നോളും. ഇത് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത് പരിപ്പും പപ്പായയാണ്. അപ്പോൾ പപ്പായ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായാണ് കേട്ടോ. ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളും നമുക്ക് വേണ്ട, പകുതി മതി. അപ്പോൾ പകുതി ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയൊക്കെ വേണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് പപ്പായാണല്ലോ എടുത്തിട്ടുള്ളത്. ബാക്കി പപ്പായ ഒരു ബൗളിലോട്ട് ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ നമുക്ക് പിറ്റേ ദിവസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കറികളിലോ അല്ലെങ്കിൽ തോരനൊക്കെ വെക്കാനായിട്ട് എടുക്കാം. അപ്പം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ കുക്കറിലേക്ക് തന്നെ പരിപ്പ്, അത് സാധാരണ പരിപ്പാണ് കേട്ടോ, തുവരപ്പരിപ്പാണ്. ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചപ്പപ്പായ ചെറിയ പീസായി കട്ട് ചെയ്തതും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 തക്കാളി 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അപ്പോഴേക്കും പപ്പായൊക്കെ വെന്തിട്ട് വന്നിട്ടുണ്ടാവും. ഇനി കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലിട്ട് 2 ചെറിയുള്ളി 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ അത് അവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ ഫ്രൈക്കൊക്കെ പകരം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചേന ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയുള്ളൂ കേട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തയച്ചതാണ്. ഉമ്മന്നെ വീട്ടിൽ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. നല്ല പൊടിയുള്ള ചേനയാണ്. ഇതുകൊണ്ട് ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ 2 പീസായിട്ടും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയ പീസാകുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല പൊടിയുള്ള ചേന ഉപയോഗിച്ചിട്ട് ഫ്രൈ ആക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചേന ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. അടച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ വേവിച്ചിട്ട് നമ്മൾ ചേന ഫ്രൈ ചെയ്യുകയാണെങ്കിലാണ് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുക. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ കറി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് നല്ല കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർക്കാം കേട്ടോ. പിന്നെ നമ്മളിത് വാങ്ങി വെച്ച് തണുക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് വറുക്കണം. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു പാൻ എടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉലുവ. അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 2 ഉണക്കമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറിലേക്കുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. പരിപ്പിൻ്റെ കൂടെ നമുക്ക് പപ്പായ അല്ല വേറെ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുമ്പളങ്ങ വെള്ളരിക്കൊക്കെ. എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഈ പരിപ്പ് കറിക്ക്. പരിപ്പ് കറി എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചേന ഉണ്ടല്ലോ, ചേന ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ചേന സ്ട്രൈനറിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മേലെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൂളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ബൗളിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മസാലയൊക്കെ ചേനയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നാലാണ് ചേനയിലെ കഷ്ണങ്ങളിലൊക്കെ ഇത് നന്നായിട്ടൊന്ന് പിടിക്കുക. അപ്പോൾ കുറച്ച് വെള്ളം മതി. നമ്മുടെ മസാല ഒന്ന് നനഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ചേന ഞാൻ കഴുകിയെടുത്തതാണ് കേട്ടോ, വേവിച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഞാൻ ക്യാരറ്റും ക്യാബേജും ആണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിലിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവ മാറിയതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും ക്യാബേജും ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പീസ് ക്യാബേജും ഒരു ക്യാരറ്റും ആണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളിത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കടലപ്പരിപ്പും കൂടി ഈ ക്യാബേജും ക്യാരറ്റിനുള്ള തോരനിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് പപ്പടം ഒന്ന് കാച്ചിയെടുക്കാം തോരനൊന്ന് വേവുന്ന സമയം കൊണ്ട്. അപ്പോൾ പപ്പടം കാച്ചിയ എണ്ണ ഞാൻ വേറൊരു പരന്ന പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചേന ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേന ഈ എണ്ണയിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ആൾറെഡി ചേന വേവിച്ചത് കാരണം തന്നെ പെട്ടെന്ന് ഫ്രൈ ആവട്ടോ, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ തോരനിലേക്കുള്ള തേങ്ങ ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഒരു അരമുറി തേങ്ങയും പിന്നെ അതിലേക്ക് 2 ചെറിയുള്ളിയും ചതച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് തോരനിലേക്ക് ഇട്ടിട്ടൊന്ന് ആവി കൊള്ളിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ആവി കൊണ്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചേന ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് ചേന എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ചേന ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റിയാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതേ എണ്ണയിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഒരു 6 ചെറിയുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ചോറും കറികളൊക്കെ റെഡിയായി, വീടൊക്കെ ക്ലീൻ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ സമയം തന്നെ ഇക്ക ചോറുണ്ണാൻ വന്നു. അപ്പം ഇന്നത്തെ നല്ല സ്പെഷ്യൽ വെജിറ്റേറിയൻ ഊണാണ് ഞാൻ ഇക്കാക്കുന്ന സെർവ് ചെയ്തത്. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ നല്ലൊരു വെജിറ്റേറിയൻ ഊണും കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ കുറവൊക്കെ പരിഹരിക്കാൻ ചേന ഫ്രൈ ഉണ്ടായിരുന്നു. നല്ല പൊടിയുള്ള ചേന ആയതുകൊണ്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും ഒക്കെ മാറി നിൽക്കുമായിരുന്നു കേട്ടോ ഈ ചേന ഫ്രൈയുടെ മുമ്പിൽ. നമ്മൾ ബ്രെഡൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ പൊടി പൊടിയായിട്ട്, അതുപോലുള്ളൊരു ഫ്രൈ ആയിരുന്നു ചേന ഫ്രൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്